മൺകൂരയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സ്നേഹ വീട്ടിലേക്ക് താമസം മാറിയതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് കൊല്ലാടയിലെ നിർധന കുടുംബമായ ഷൈജു ഷീജ ദമ്പതികൾ. കോൺഗ്രസ് നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച മൺകട്ട കൊണ്ടുള്ള ഇടിഞ്ഞു വീഴാറായ കൂരയിൽ നിന്ന് 8.5 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച സ്നേഹവീട് കുഞ്ഞുഞ്ഞു ഭവനത്തിൽ കമ്പല്ലൂർ കൊല്ലാടയിലെ ഷൈജു ഷീജ ദമ്പതികൾ താമസം തുടങ്ങുമ്പോൾ സന്തോഷം പങ്കിട്ട് മലയോരവാസികൾ ഒന്നടങ്കം ഒത്തുകൂടി. കൂലിപ്പണിയെടുത്ത് ഉപജീവനം പുലർത്തുന്ന കുടുംബത്തിന് നല്ലൊരു വീടെന്ന സ്വപ്നം അന്യമായി കൊണ്ടിരിക്കുമ്പോഴാണ് മികവോടെ മലയോരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് മുൻകൈയെടുത്ത് കോൺഗ്രസ് കൊല്ലാട കമ്പല്ലൂർ വാർഡ് കമ്മിറ്റികൾ ചേർന്ന് ധനശേഖരണം നടത്തി വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആഹ്ലാദഭരിതമായ അന്തരീക്ഷത്തിൽ ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. ഇപ്പൊ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചു. നിങ്ങളെല്ല സാധാരണക്കാർ അവനവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോഴും അതിൽ നിന്ന് സ്വരൂപിച്ച് അതിൽ നിന്ന് മിച്ചം വെച്ചും ആളുകളെ കണ്ടും സഹായം അഭ്യർത്ഥിച്ചും ഈ ഒരു കുടുംബത്തെ അവർക്കാരും സഹായം നൽകിയതല്ല, അവർക്കാരും ഔദാര്യം നൽകിയതല്ല. കാരണം ഇത് കുഞ്ഞുഞ്ഞിന്റെ പേരിലാണെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. അവർക്ക് അവരുടെ അവകാശമാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. വിശ്വാസ്യതയാണ് ഒരു ജനപ്രതിനിധിയുടെ ഒരു പൊതുപ്രവർത്തകന്റെ മാനദണ്ഡമെങ്കിൽ ഇതിനേക്കാൾ മികച്ചൊരു പേര് നമുക്ക് അവതരിപ്പിക്കാനില്ല. അദ്ദേഹം സംസാരിക്കാൻ തന്നെ പറഞ്ഞു, ഒക്ടോബർ ഡിസംബറോടുകൂടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന പദവി കാലാവധി അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വിചാരിച്ചാൽ, നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കാലാവധി അവിടെ തീരുമെങ്കിലും ജനപ്രതിനിധിയായിട്ട് അദ്ദേഹത്തിന്റെ കാലാവധി പിന്നെയും തുടരുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടാകും. 2 ബെഡ്റൂമുകളും ഹാളും കിച്ചണും അടങ്ങുന്നതാണ് സ്നേഹവീട്. 2024 ഒക്ടോബർ 27-ന് ഉമ്മൻചാണ്ടിയുടെ ജന്മദിനത്തിൽ തറക്കല്ലിട്ട് ജനകീയ കൂട്ടായ്മയോടെ 4 മാസത്തിനകം ഭവന നിർമ്മാണം പൂർത്തിയാക്കി വീട് നിർധന കുടുംബത്തിന് കൈമാറിയതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്.